ഇവളെ ഞാനുണ്ടല്ലോ ഇവിടെ കുറച്ചേരം ഇരിക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ 10th ഗ്രേഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് കട്ട് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും വീഡിയോ ഇവിടെ കിടന്നോട്ടെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ്. ഇതിൽ ചെറിയ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നുള്ള ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ക്യാരമൽ ചെയ്തോ. ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കിട്ടാൻ മതി കേട്ടോ. അതിനുശേഷം കംപ്ലീറ്റായി അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമുക്ക് സിമ്മിലിട്ടിട്ട് യോജിപ്പിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ തീ കൂട്ടൊന്നും വേണ്ട. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം കേട്ടോ. എല്ലാ വർഷവും നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും മാത്രമാണ് ഈ ഒരു കേക്ക് കാണാറുള്ളത്. വല്ലാണ്ട് പൂതിയാകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കും. ഇതിപ്പം ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ആ ഒരു നട്ട്സൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് അങ്ങ് കുറുക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഇത് കുറച്ച് കൂടുതൽ കുറുക്കിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കുറുക്കേണ്ടത് തണുക്കുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ കുറുക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറുകപ്പട്ട, കറുകപ്പൂവ്, കറാമ്പൂവ്, ഏലക്കായ, ഇത് മൂന്നും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ തന്നെ മതി കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് ഷുഗർ, നോർമൽ ഷുഗറും 1 കപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ അതും കംപ്ലീറ്റായി ചേർത്തിട്ട് ഇപ്പം നമ്മുടെ ബ്രൗൺ ഷുഗറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കട്ടോ. അതിന് വിസ്ക് മതി, അല്ലെങ്കിൽ മിക്സി മതി. നമ്മുടെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അതിൻ്റെ പേര് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടൂട്ടി ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ അതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി താഴെ പോയി കിടക്കും, അതില്ലാണ്ടിരിക്കാനായിട്ടോ. പിന്നെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ 2 കപ്പ് എടുത്തോ. പഞ്ചസാരൻ്റെ അളവ് സെയിം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് എടുത്തോ. ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളൂ. അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ 1/2 കപ്പ് ഷുഗർ ക്യാരമൽ ചെയ്ത് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്ത് പിന്നെ 1 കപ്പ് വൈറ്റ് ഷുഗർ എടുത്ത് അപ്പോൾ ടോട്ടലി 2 കപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മൈദ 1.5 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മളെ കേക്കിനെ ചെറുതായിട്ട് ഒന്ന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. കറക്റ്റ് നമുക്ക് ആ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഒരു ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബേക്കായി കിട്ടാനും കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ കിടന്നോട്ടെ എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.